നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. രണ്ട് BJP മുഖ്യമന്ത്രിമാരുടെ കസേര ഇളകും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അത് കേന്ദ്ര നേതൃത്വത്തെ വല്ലാതെ വെല്ലുവിളിയിൽ ആഴ്ത്തുകയാണ്. പക്ഷേ അവർക്ക് കിട്ടിയിരിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഇതുവരെയും പുറത്ത് വിടാൻ അവർ താല്പര്യപ്പെടുന്നില്ല. അത് ഏതൊക്കെ സംസ്ഥാനത്താണ് എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ BJP നേതൃത്വത്തിന് അറിയാവുന്നതാണ്. പുതിയ അധ്യക്ഷനായി ഇപ്പോൾ അധികാരമേറ്റിട്ടുള്ള നിതിൻ നബീന് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല. അദ്ദേഹം വെറും ഒരു ശിശുവാണ്. രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠം പോലും കൃത്യമായി മനസ്സിലാക്കാത്ത 45 വയസ്സുകാരനായ ഈ വ്യക്തി വെറും ഒരു ബിനാമിയായി അമിത്ഷായുടെ കൂടെ നിൽക്കുന്നു. അതായത് കൃത്യമായി പറഞ്ഞാൽ അമിത്ഷാ ഒന്ന് കണ്ണുരുട്ടിയാൽ കൃത്യമായി ഈ നിതിൻ നബീന് തുള്ളൽ പനി വരും. നിതിൻ നബീനെ കൃത്യമായി എന്തിനാണ് അവിടെ എടുത്തതെന്ന് ചോദിച്ചാൽ വേറെ ചോദ്യങ്ങളൊന്നും പാർട്ടിക്കകത്ത് ആരും ഉന്നയിക്കരുത്. ഉന്നയിക്കാൻ ശ്രമിക്കുന്ന ഒരു ഓർമ്മയെ കാണാവൂ. അതിനുവേണ്ടിയുള്ള ത്വരിതപ്പെടുത്തലായിരുന്നു പുതിയ അധ്യക്ഷൻ്റെ തീരുമാനമെന്ന് ഏവരെ കൊണ്ടും പറയിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. BJPക്ക് പരമാവധി സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരെ കിട്ടാൻ വേണ്ടി അവർ വലിയ ശ്രമങ്ങൾ നടത്തുകയാണ്. ബീഹാറിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ജയിച്ചു വന്ന MLA-മാരെ മറുകണ്ഠം ചാടിച്ചത് പോലും ആ ഒരു ഉദ്ദേശത്തോടെയാണ്. ഐക്യ ജനതാദളിനെ പിളർത്തുന്നു. ഇതൊക്കെ ഈ ശ്രമത്തിൻ്റെ ഭാഗമായാണ്. ഏതെങ്കിലും സംസ്ഥാനത്ത് അവരുടെ ഭരണത്തിന് പ്രതിസന്ധി ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യം വന്നാൽ ആ സംസ്ഥാനങ്ങളിൽ BJP നേതൃത്വം അറ്റകൈ പ്രയോഗമാണ് നടത്തുന്നത്. നേരത്തെ അജിത് പവാറിനെതിരെ ED-യും കസ്റ്റംസും ഒക്കെ റെയ്ഡ് നടത്തുകയും അന്വേഷണവുമായി മുന്നോട്ട് പോവുകയും ചെയ്ത ആ കാലഘട്ടം പിന്നീട് അദ്ദേഹം പാർട്ടി സംവിധാനത്തെ പിളർത്തി മുന്നണി മാറി. എന്നിട്ടും അജിത് പവാറിന് തിരിച്ചടി മാത്രമാണ് കിട്ടിയത് എന്ന് മാധ്യമങ്ങൾ വിലയിരുത്തുകയാണ്. സാമ്നയിൽ, അതായത് ശിവസേനയുടെ മുഖപത്രമായ സാമ്നയിൽ കൃത്യമായി കാര്യങ്ങൾ വിവരിക്കുകയാണ്. ഏകനാഥ് ഷിൻഡെ ശിവസേന പിടിച്ചെടുത്താലും ഏതൊക്കെ രീതിയിൽ ദ്രോഹിക്കാൻ ഉദ്ധവ് താക്കറെക്കെതിരെ പടവാളുമായി ശിവസേന നേതാവ് വന്നാലും ഉദ്ധവിനറിയാം എങ്ങനെ പിടിച്ചു നിൽക്കണമെന്നും ഷിൻഡെ പരിവാരത്തിനെയും ഷിൻഡെയുടെ നീക്കങ്ങളെയും എങ്ങനെ പൊളിക്കണമെന്നറിയാം. പറഞ്ഞു വരുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ രണ്ടിടത്ത് BJP നേതൃത്വത്തിന് തികഞ്ഞ തിരിച്ചടി ഉണ്ടാകും എന്ന റിപ്പോർട്ട് വരുമ്പോൾ അത് വ്യാകുലപ്പെടുത്തുന്നത് ദേശീയ നേതൃത്വത്തെ തന്നെയാണ്. മൂന്നാമത് നരേന്ദ്രമോദി കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ പോലും അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുമ്പോൾ അധികാരം നഷ്ടപ്പെടുന്ന ഏത് കളി വന്നാലും, അതിന് തെരഞ്ഞെടുപ്പിലൂടെ ആയിരുന്നാലും അല്ലാതെ ആയിരുന്നാലും BJP അത് വെപ്രാളപ്പെടുത്തും. അസാമിൽ അധികാരം തുടർച്ച ഉണ്ടാകില്ല എന്ന് വ്യക്തമാകുന്നു. അധികാര നഷ്ടം ഉണ്ടാകാൻ പോകുന്ന മറ്റൊരു സംസ്ഥാനം എന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വളരെ വ്യക്തമായി പറഞ്ഞാൽ അത് മഹാരാഷ്ട്രയിൽ തന്നെയെന്ന് പറയാൻ കഴിയുന്നു. ഇതാണ് BJP പിടിച്ചു കുലുക്കുന്ന സംഭവങ്ങൾ.